ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ ഒരു വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രികയിൽ ഡിസംബർ 30 വന്നിട്ടുള്ള ചൊവ്വാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ചന്ദ്രികയിൽ ഇന്നത്തെ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഒലിവ് മരങ്ങൾ പൂക്കാത്ത ഗസയിലെ ശൈത്യകാലം എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മഅറൂഫ് മൂച്ചിക്കലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. നൂറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ച അധിനിവേശത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്ര വഴികളിൽ 2025 എന്ന വർഷം വിടവാങ്ങുമ്പോൾ ഫലസ്തീൻ എന്ന പുണ്യഭൂമി ലോക മനസ്സാക്ഷിയെ വിറങ്ങലിപ്പിച്ചു നിർത്തുന്ന മഹാദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി മാറിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറന്നിറങ്ങേണ്ട ഒലിവ് മരങ്ങളുടെ തണലുകളിൽ ഇന്ന് വെടിയുണ്ടകളും ബോംബാക്രമണവും ബാക്കിവെച്ച ചാരവും രക്തവും മാത്രമാണ് ദൃശ്യം. ലോകം പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യർ തങ്ങൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നാളെ എന്നൊന്നുണ്ടോ എന്നറിയാതെ ഭയപ്പാടോടെ ആകാശത്തേക്ക് നോക്കുകയാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച് 2 വർഷത്തിലേറെയായി തുടരുന്ന ഒടുവിലത്തെ ആക്രമണത്തിൻ്റെ അവസാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നടുക്കുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 75,000-ലധികം ഫലസ്തീനികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് ഈ യുദ്ധത്തിൻ്റെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നു. വെറും സ്ഥിതി നിവാരണ കണക്കുകൾക്കപ്പുറം ഓരോ സംഖ്യയും ഓരോ സ്വപ്നത്തെയും കുടുംബത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഏകദേശം 1,85,000-ലധികം ആളുകൾ ഗുരുതരമായി പരിക്കേൽക്കുകയും അവരിൽ 10,000-കണക്കിന് കുട്ടികൾക്ക് കൈകാലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച കാലഘട്ടത്തിലും മരുന്നും അനസ്തേഷ്യയും ഇല്ലാതെ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകേണ്ടി വരുന്ന മനുഷ്യരുടെ നിലവിളി ഗസയിലെ തകർന്ന ആശുപത്രികളിൽ ഇന്നും മുഴങ്ങുന്നു. ഈ ഡിസംബറിൽ ഫലസ്തീൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിശക്തമായ ശൈത്യവും കനത്ത മഴയുമാണ്. ഗസയിലെ 92% കെട്ടിടങ്ങളും തകർക്കപ്പെട്ടതോടെ 2 ദശലക്ഷത്തിലധികം ആളുകൾ സ്വന്തം വീടുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ഇവരിൽ ഭൂരിഭാഗവും കീറിപ്പറിഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് താഴെയും താൽക്കാലിക ടെൻറ്റുകളിലുമാണ് അന്തി ഉറങ്ങുന്നത്. പ്രളയജലം ടെൻറ്റുകളിലേക്ക് ഇരച്ചു കയറുമ്പോൾ പകർച്ചവ്യാധികൾ കാട്ടുതീ പോലെ പടരുകയാണ്. 25 വർഷത്തിന് ശേഷം പോളിയോ പടർന്നതും പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതും മാനവരാശിയുടെ തോൽവിയായി ചരിത്രം രേഖപ്പെടുത്തും. പട്ടിണിയെ ഒരു യുദ്ധായുധമാക്കി ഉപയോഗിക്കുന്ന ക്രൂരമായ തന്ത്രമാണ് 2025 അവിടെ തുടരുന്നത്. 96% ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ICJ ശക്തമായ മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വംശഹത്യ തുടരുന്നത് എന്നത് ലോകാക്രമണത്തിൻ്റെ ദൗർബല്യമാണ് കാട്ടുന്നത്. ലോകക്രമത്തിൻ്റെ ദൗർബല്യമാണ് കാട്ടുന്നത്. വൻശക്തി രാജ്യങ്ങൾ തങ്ങളുടെ ആയുധ കച്ചവടത്തിനും തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാതെ ഭാവം നടിക്കുന്നു. നയതന്ത്ര തലത്തിൽ പല രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചെങ്കിലും പ്രായോഗികമായി അവരുടെ ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിയുന്നില്ല. പടിഞ്ഞാറൻ തീരമായ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിവിവരങ്ങൾ ഒട്ടും ആശ്വാസകരമല്ല. 2025 മാത്രം 1000-ലധികം ഫലസ്തീനികൾ ഇവിടെ കൊല്ലപ്പെട്ടു. ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമണങ്ങൾ അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു. തങ്ങളുടെ തറവാട് വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും അട്ടിയൊടിക്കപ്പെടുന്ന ഫലസ്തീനികൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി മാറുന്നു. ഫലസ്തീനിയൻ അതോറിറ്റിയുടെ
അധികാരം ദുർബലമാക്കുന്നതും സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾക്കപ്പുറം ഈ യുദ്ധം തകർത്തത് ഒരു തലമുറയുടെ തന്നെ സ്വപ്നങ്ങളെയാണ്. സ്കൂളുകൾ തകർക്കപ്പെട്ടു, സർവകലാശാലകൾ വെണ്ണീറായി, വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടു. ഒരു ജനതയുടെ ചരിത്രത്തെയും ഓർമ്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമം ഇവിടെ വ്യക്തമാണ്. 2025 അവസാനിക്കുമ്പോൾ ഫലസ്തീനിലെ 7 ലക്ഷത്തോളം കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായി നഷ്ടമായിരിക്കുന്നു. കളിക്കളങ്ങളിൽ ചിരിക്കേണ്ട കുട്ടികൾ ഇന്ന് തങ്ങളുടെ മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾ തേടി നടക്കുകയാണ്. WCNSF വുഡഡ് ചിൽഡ്രൻ നോ സർവൈവിംഗ് ഫാമിലി എന്ന ഹൃദയഭേദകമായ ചുരുക്കപ്പേര് ഗസയിലെ ആശുപത്രി രേഖകളിൽ സ്ഥിരം കാഴ്ചയായി മാറി. എന്നിരുന്നാലും ഈ കൊടിയ ദുരന്തങ്ങൾക്കിടയിലും പലസ്തീൻ ജനത പ്രകടിപ്പിക്കുന്ന അസാമാന്യമായ അതിജീവന ശേഷി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കല്ലിന് മേൽ കല്ല് ശേഷിക്കാത്ത ഇടങ്ങളിലും അവർ തങ്ങളുടെ പതാക ഉയർത്തുന്നു. തകർന്ന വീടുകൾക്ക് മുന്നിലിരുന്ന് അവർ അതിജീവനത്തിൻ്റെ പാട്ടുകൾ പാടുന്നു. അറബ് രാജ്യങ്ങളുടെ നിലപാടുകളിൽ പലപ്പോഴും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നിഴലിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ ഫലസ്തീന് വേണ്ടി തെരുവിലിറങ്ങുന്നത് പ്രതീക്ഷയുടെ ഒരു കിരണമാണ്. ഐക്യദാർഢ്യത്തിൻ്റെ ഈ ആഗോള തരംഗം അടിച്ചമർത്തുന്നവർക്കുള്ള താക്കീതാണ്. 2025 വിട പറയുമ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്നത് കേവലം 2 രാഷ്ട്രങ്ങൾ എന്ന സിദ്ധാന്തത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അധിനിവേശം അവസാനിപ്പിക്കുകയും കുറ്റവാളികളെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇത്രയധികം ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ച ശേഷവും ലോകം മൗനം തുടരുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ സൂചനയാണ്. ഫലസ്തീനിലെ ഓരോ തുള്ളി രക്തവും ചോദിക്കുന്നത് നീതിയെക്കുറിച്ചാണ്. അത് സമാധാനത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. തങ്ങളുടെ മണ്ണിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു ജനതയുടെ അവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഈ വർഷം അവസാനിക്കുമ്പോൾ ലോകം പ്രാർത്ഥിക്കേണ്ടത് വെടിക്കോപ്പുകൾ നിലക്കാനല്ല, മറിച്ച് ഫലസ്തീനിലെ ഓരോ വീടിൻ്റെയും മുറ്റത്ത് സമാധാനത്തിൻ്റെ ഒലിവുമരങ്ങൾ വീണ്ടും തളിർക്കാനാണ്. വേദനയുടെ ഈ കറുത്ത അധ്യായം അവസാനിക്കുകയും നീതിയുടെ ഉദയസൂര്യൻ ഫലസ്തീനിൻ്റെ ആകാശത്ത് തെളിയുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. കൃത്യമായി തന്നെ ഒലിവ് മരങ്ങൾ പൂക്കാത്ത ഗസയിലെ ശൈത്യകാലം 2025-26 എന്ന തലക്കെട്ടിൽ നടന്നു തീർത്ത വഴികൾ 3-ാമത്തെ പങ്ക്തിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. ഏറ്റവും വേദനാജനകമായ ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. ലോകത്ത് ഇന്ന് ഏറ്റവും ദുരിതവും യാതനയും വേദനയും അനുഭവിക്കുന്ന ജനത ഫലസ്തീനിൻ്റെ മണ്ണിലാണ്. വർഷങ്ങളോളമായി അവിടെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവർ ലക്ഷക്കണക്കിന് ആളുകളാണ്. 75,000-ത്തിലധികം ആളുകൾ ഈ ഒരു ആക്രമണത്തിൽ അതിദാരുണമാം വിധം മരണപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് പറയുന്നത്. ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത്, അധിനിവേശ ശക്തികൾ തിമിർത്താടുന്ന ഒരു ദയനീയ രംഗമാണ് ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷത്തോളം ആളുകൾക്ക് പരിക്ക് പറ്റി. ഗുരുതരമായ പരിക്കുകളോടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ, അവർക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ട് അതിദാരുണമായിട്ടാണ് അവരൊക്കെ വളരെ വേദനാജനകമായാണ് ജീവിക്കുന്നത്. നമുക്കൊക്കെ പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടാൻ അവർക്ക് കരുത്തേകണേ എന്ന പ്രാർത്ഥന മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായി ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തി അവർക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകണമെന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ. പല ആളുകളും സഹായത്തിനെത്തിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായും ദുരിതത്തിലാണ്. അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ പ്രിയപ്പെട്ട ഫലസ്തീൻ ജനത ദുരിതം അനുഭവിക്കുകയാണ്. പ്രളയത്തിലും അതുപോലെ തന്നെ കൃത്യമായി തന്നെ പ്രതികൂല കാലാവസ്ഥയും നേരിടുമ്പോൾ സ്വന്തം പാർപ്പിടങ്ങൾ പോലുമില്ലാതെ ടെൻറ്റിൽ കഴിയുന്ന പാവപ്പെട്ടവർ
അവരുടെ ടെൻറ്റിലേക്ക് ഈ കൃത്യമായി തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ ഈ വെള്ളവുമൊക്കെ കയറി ചെന്നുകൊണ്ട് അവിടെ താമസിക്കുന്ന ടെൻറ്റുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നു. പടച്ച തമ്പുരാൻ അവർക്കൊക്കെ ക്ഷമ നൽകി അവർക്ക് എത്രയും പെട്ടെന്ന് സന്തോഷം നൽകുന്നൊരു ദിനം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പടച്ച തമ്പുരാൻ അവർക്ക് നല്ലൊരു സന്തോഷം നൽകട്ടെ. അതിനുള്ള എത്രയും എളുപ്പം അവർക്ക് അതിനുള്ള സന്തോഷകരമായ ഒരു ദിനം അവർക്ക് ലഭിക്കട്ടെ. അതിന് അള്ളാഹു അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് നമ്മളെപ്പോലുള്ളവർ. ഏറ്റവും ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. 5 നേരവും നമസ്കാരത്തിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയിൽ ഫലസ്തീൻ മക്കളെ കൂടി ഉൾപ്പെടുത്തുക എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. കൃത്യമായും ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ മക്കളുടെ അതിദാരുണമായ ഒരു ചെറിയ റിപ്പോർട്ട് മാത്രമാണ് നിന്ന് നമുക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലും വലുതാണ് അവിടുത്തെ നേരിട്ടുള്ള അനുഭവങ്ങൾ എന്നാണ് കൃത്യമായി മറ്റുള്ളവർ റിപ്പോർട്ടുകളിലുമൊക്കെ പറയുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫലസ്തീൻ മക്കളെ കൂടി ഉൾപ്പെടുത്തണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ മരണമടഞ്ഞവർക്ക് അവരെ ഷഹീദിൻ്റെ കൂലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുകൂടി ഫലസ്തീൻ മക്കളെ ഉൾപ്പെടുത്തണമെന്നുകൂടി അവർക്ക് സഹായം എത്തിക്കാൻ എല്ലാവർക്കും സന്മനസ്സ് നൽകണേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൃത്യമായി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് കൂടി വസിയത്ത് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.